ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കുകയില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞ് പോലിരിക്കുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടായി വരുന്നതിന് മുമ്പേ തന്നെ നമുക്കിതിലേക്ക് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 60 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 60 ml കുറച്ച് കുറവുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു കപ്പ് നിറയെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പാൽപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ അലിഞ്ഞു കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിളച്ചതിന് ശേഷമോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ ചൂടായതിന് ശേഷമാണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പാൽപ്പൊടി ശരിക്കും അങ്ങ് അലിഞ്ഞു പോവില്ല, കട്ടകട്ടയായിട്ട് അവിടെ ഇവിടെ കിടക്കും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഇത് തിളച്ച് വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ചൂട് നല്ലപോലെ കുറഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മൈദയാണ്. മൈദ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഇതുപോലെ നിറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ ബട്ടർ ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ബട്ടറും ചേർത്ത് കൊടുക്കാം. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്യും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇല്ലാതെയും നല്ല ടേസ്റ്റാണ്. ഒരു 2-3 മിനിറ്റ് നേരം നമ്മളിത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. ചൂടോടെ തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക നമ്മുടെ ഈ ഒരു പലഹാരം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പാനിൽ നിന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മാവ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. 2 മുട്ടയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ കുഴച്ചിട്ടെടുക്കണം. എന്നിട്ട് നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷം മാത്രം അടുത്ത മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കാവുള്ളൂ. 2 മുട്ടയും ഒന്നിച്ച് പൊട്ടിച്ചൊഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടുകയില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്ത ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഘട്ടം ഘട്ടമായിട്ട് ഇതുപോലെ നന്നായിട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഒരു സ്പാച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും മാവ് എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇത്രയും മതി. ഇനി അടുത്തതായിട്ട് വേണ്ടത് ബട്ടർ പേപ്പറാണ്. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മാവ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിലൊരു നോസിൽസും വെച്ച് കൊടുക്കുക. ഈ ഒരു ഷേപ്പിലുള്ള നോസിൽസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഏത് ഷേപ്പിലാണോ റെഡിയാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ചുള്ളത് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു പൈപ്പിംഗ് ബാഗിനകത്തും അതുപോലെ ഈ ഒരു നോസിൽസിലും എണ്ണ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷമാണ് ഈ മാവ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഈ മാവ് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷമാണ് ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നത്. ഓരോരുത്തർക്കും ഏത് ഷേപ്പിലാണോ റെഡിയാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെയൊക്കെ ചെയ്തിട്ടെടുക്കുന്നത്. ബട്ടർ പേപ്പറും നോസിൽസും പൈപ്പിംഗ് ബാഗൊന്നും ഇല്ലാത്തവർ വെറുതെ സ്പൂണിൽ കോരിയിട്ട് മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് ബോൾസ് ടൈപ്പിൽ ആക്കിയിട്ട് എണ്ണയിലിട്ട് കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെയൊക്കെ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടെടുത്തിട്ട് നമ്മൾ 2 അറ്റവും കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ടും ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം
ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഈ ഒരു ബട്ടർ പേപ്പറോട് കൂടി തന്നെ ഇത് ഷേപ്പ് വിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചൂട് തട്ടുമ്പോൾ ഈ ഒരു പേപ്പർ കൈകൊണ്ടൊന്ന് ഇതുപോലെ തന്നെ വിടിവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് ഫ്ലെയിം കുറയ്ക്കണം. എന്നിട്ടേ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാവുള്ളൂ. അതുപോലെ ആദ്യം ഇട്ട് കൊടുത്തത് നമ്മൾ ശ്രദ്ധിക്കണം, അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്, എങ്കിലേ എല്ലാം ഒരുപോലെ റെഡിയായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ആദ്യം ഇട്ട് കൊടുത്തത് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബദാം പൊടിച്ചിട്ട് ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഇതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.